CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ വിജയരാഘവൻ വയനാട് തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വൻ ഭൂരിപക്ഷം കിട്ടിയത് വർഗീയ സംഘടനകളുടെ മതസംഘടനകളുടെ പിന്തുണയുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി കഴിഞ്ഞ കുറേ കാലമായി മാർക്സിസ്റ്റ് നേതാക്കൾ നടത്തുന്ന പ്രചരണത്തിന്റെ തുടർച്ചയായിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അഭിപ്രായത്തെ പരിപൂർണമായി CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, LDF കൺവീനർ TP രാമകൃഷ്ണൻ, ശ്രീമതി ടീച്ചർ ഇവരെല്ലാം പിന്താങ്ങിയിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പിന്തുണ കൊണ്ടാണ് വയനാടിലും പാലക്കാടുമൊക്കെ UDF വലിയ വിജയം നേടിയതെന്ന്. യഥാർത്ഥത്തിൽ പാലക്കാടും വയനാടും ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുണ്ടായിരുന്നു. അത് മറച്ചു പിടിക്കാനാണ് ഒരുപാട് CPMന്റെ സാധാരണ പ്രവർത്തകർ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തു. മാത്രമല്ല രമ്യ ഹരിദാസിന് വോട്ട് ചെയ്തു. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇപ്പോൾ നടത്തുന്ന പ്രചരണത്തിനൊരു പ്രാധാന്യമുണ്ട്. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും CPMും ന്യൂനപക്ഷ കാർഡ് ഇറക്കിയാണ് വോട്ട് പിടിച്ചത്. ഇപ്പോൾ കാർഡ് മാറുകയാണ്. ന്യൂനപക്ഷ കാർഡ് മാറ്റി റെഡ് കാർഡ് മാറ്റി ഇപ്പോൾ സാഫോൺ കാർഡ് ഇറക്കി തുടങ്ങി. സംഘപരിവാറും BJPയും നടത്തുന്നതിനേക്കാൾ ശക്തമായ പ്രചരണമാണ് ന്യൂനപക്ഷ മതസംഘടനകൾക്കെതിരായി ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇപ്പോൾ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു മുസ്ലിം ലീഗാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ചേർത്ത് നിർത്തുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിന്റെയും വോട്ട് പിടിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച കോൺഗ്രസിന് 4-5 വോട്ടിന് വേണ്ടി ഈ വർഗീയവാദികളെ എന്തിനാണ് അവർ കൂടെ കൂട്ടുന്നവരെ തള്ളിപ്പറഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. BJPയെ ഞങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. BJPയെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നതാരാ? BJPക്ക് ഒരു സ്വർണ്ണത്താലത്തിൽ വെച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരം കലക്കി ഒരു സീറ്റ് സമ്മാനിച്ച മുഖ്യമന്ത്രി ഞങ്ങൾ BJPയെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ CPMന്റെ ഇപ്പോഴത്തെ പ്രചരണം കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. BJPയുടെ പ്രസ്താവനകളുണ്ടോ? മുനമ്പം കഴിഞ്ഞപ്പോൾ BJP നിശബ്ദരാണ്. പക്ഷേ ഇപ്പോൾ ന്യൂനപക്ഷ മതസംഘടനകൾക്കെതിരെ ന്യൂനപക്ഷ വർഗീയത എന്ന പേരിൽ CPMന്റെ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തുന്ന പ്രചരണം സംഘപരിവാറിനെ BJPയെ അവരെ സഹായിക്കുന്നതും മാത്രമല്ല ഭൂരിപക്ഷ വോട്ടുകൾ ബാങ്കിൽ കണ്ണു നട്ടുകൊണ്ടുള്ള പ്രചരണമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നമുക്ക് ഈ പോക്ക് മുന്നോട്ട് പോയാൽ ഉറപ്പിച്ചു പറയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP മത്സരിക്കേണ്ട ആവശ്യമില്ല. BJPയുടെ ആശയങ്ങളും പ്രചരണങ്ങളും എല്ലാം ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് നേടാൻ നടത്തുന്ന ശ്രമത്തിന്റെ പരിസമാപ്തി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMന്റെ സഖ്യകക്ഷിയായിരിക്കും BJP എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവരെ സഖ്യകക്ഷിയാക്കി LDFനെ വികസിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ആഗ്രഹിക്കുന്നത്. ആ മുന്നണിയിലുള്ള ഏതെല്ലാം കക്ഷികൾ BJPയുമായി സഖ്യമുണ്ടാക്കുമ്പോൾ പുറത്തു വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ആ സഖ്യത്തെയും ശക്തിയായി എതിർത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കാപട്യത്തെയും മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ പ്രോത്സാഹനത്തെയും എല്ലാം എതിർത്തുകൊണ്ട് കേരളത്തിലെ മതേതര വോട്ടർമാർ ഞങ്ങൾക്ക് UDFന് പിന്തുണ നൽകുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അതിന് ഇപ്പോൾ കളമൊരുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ഈ പ്രസ്താവനയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. നിരന്തരം വെള്ളാപ്പള്ളി നടേശൻ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിൽ നിന്ന് ആരും തന്നെ അതിന് ഞങ്ങളൊക്കെ കാരണം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കൊന്നും സമയമില്ല. കാരണം അദ്ദേഹം
ഒരു മാസം മുമ്പാണ് പറഞ്ഞത് കോൺഗ്രസ് ചത്ത കുതിരയാണ്, ഇനി കേരളത്തിൽ അവർക്ക് അധികാരം പ്രതീക്ഷിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യം. ഏതായാലും വെള്ളാപ്പള്ളിയെ പോലൊരാൾ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയിൽ രമേശിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിച്ചു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അധികാരത്തിൽ വരുമെന്ന് സമ്മതിച്ചല്ലോ. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. UDF നയിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകളാണ്. ഞങ്ങൾക്ക് നേതാവുണ്ടാവും, നയിക്കും. പക്ഷെ ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ആരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊള്ളാം. വെള്ളാപ്പള്ളി ഏതായാലും ഞങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട, ഞങ്ങളെ ഓർത്ത് അദ്ദേഹം വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവിന് എന്തെതിരെ ആരോപണം? അദ്ദേഹം അഹങ്കാരിയാണ്, അദ്ദേഹം എന്താണ് ധിക്കാരിയാണ്. ഇതിനൊക്കെ എങ്ങനെ ആരോപണം അദ്ദേഹത്തിന് തെളിയിക്കാൻ വല്ലതും കഴിയുമോ? ഇതൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ ഒരു അഹങ്കാരിയായി ബ്രാൻഡ് ചെയ്യാൻ പലരും നടത്തുന്ന ശ്രമത്തിന് ഒന്നിൻ്റെ കൂടെ ഒരു തള്ള്, വെള്ളാപ്പള്ളിയും ഒരു തള്ളു തള്ളി, അത്രയേ ഉള്ളൂ.